ഓ സുഹൃത്തുക്കളെ, ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ ശരീഅത്തിനെതിരെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഖിദിർ നബിയെ സംബന്ധിച്ച് ഗൈബത്ത് പറയാൻ പറ്റുമോ? ഖിദിർ നബി അലൈഹിസ്സലാം മഹാനവറുകൾക്ക് അല്ലാഹു കൊടുത്ത ശരീഅത്തനുസരിച്ച് പ്രവർത്തിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത ശരീഅത്തനുസരിച്ച് ചോദ്യം ചെയ്തു. രണ്ടാളും ശരീഅത്തിന്റെ മേലാണ്. രണ്ടാളും ശരീഅത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അതൊക്കെ ഔലിയാക്കളായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അറിവില്ലാതെ മതം പറയാൻ പാടില്ല. അതൊന്ന് കേൾപ്പിച്ചെടുത്തു മോനെ. ഖിദിർ അലൈഹി ഇസ്ലാമിനെ പറ്റി മഹാനായ ഖിദിർ നബി അലൈഹി ഇസ്ലാം ശരീഅത്തിനെതിരായ പ്രവർത്തനങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ചെയ്ത് കാണിച്ചു കൊടുത്തു. ആദ്യം തന്നെ എന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞതും ചോദ്യം ചെയ്തപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നതുമെല്ലാം നമുക്ക് പാഠത്തിന് വേണ്ടി തന്നെയാണല്ലോ അൽ കഹ്ഫ് സൂറത്തിൽ അല്ലാഹു തആല നമ്മെ ഉണർത്തുന്നത്. അപ്പൊ ഖിദിർ അലൈഹി സ്വലാത്തു വസ്സലാം ശരീഅത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞത് അബദ്ധമാണ്. തൗബ ചെയ്യണം, വല്ലാതെ തൗബ ചെയ്യണം. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, لكن معنى قول الخضر عليه السلام لموسى عليه الصلاة والسلام إنك على علم لا أعلمه أنا، أي لا أعلم خصوص شرعك أو كماله، وإلا فالخضر كان له شرع آخر بناء على الأصح أنه نبي، ويلزم من كونه نبيا أن له شرعا غير شرع موسى. ومعنى قوله وأنا على علم لا تعلمه أنت، أي لا تعلم خصوص ما أوتيته، فلا ينافي أن موسى علم من المعارف والإلهامات والأحوال والخصوصيات ما لم يحط به الخضر. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പറയാണ്, ഖിദിർ നബി അലൈഹിസ്സലാമിന് വേറെ ശരീഅത്താണ്, മൂസാ നബി അലൈഹിസ്സലാമിന് വേറെ ശരീഅത്താണ്. ഖിദിർ നബി അലൈഹിസ്സലാം അവിടുത്തേക്ക് അല്ലാഹു കൊടുത്ത ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിച്ചു, ശരീഅത്തിനെതിരെ ചെയ്തിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത ശരീഅത്ത് അനുസരിച്ച് ചോദ്യം ചെയ്തു. മഹാനവറുകളും ശരീഅത്തിനെതിരെ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ സാധാരണക്കാര് തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ രണ്ട് ശരീഅത്തുണ്ടോ? അന്നത്തെ കാലത്ത് അത് ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ പിന്നെ വേറെ ശരീഅത്തിൽ ഒറ്റ ശരീഅത്തേ ഉള്ളൂ. അതാ സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ. അവിടെ പിന്നെ ഒരു ശരീഅത്തേ ഉള്ളൂ. ആ റസൂലുള്ളാഹിന്റെ ശരീഅത്ത് അനുസരിച്ച് എല്ലാവരും നടന്നോളണം. അവിടെ പിന്നെ മൂസാ നബിയുടെയും ഖിദിർ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറയുന്നതിൽ ഒരു പ്രസക്തിയും ഇല്ലേ ഇല്ല. പിന്നെ അല്ലാഹു തആല അതെന്തിനാ പറഞ്ഞത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അതിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതിനുവേണ്ടി അല്ലാഹു തആല അത് പറഞ്ഞു. അത് ശരീഅത്തിനെതിരെ നീങ്ങാം എന്ന് പഠിപ്പിക്കാനല്ല അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്. അത് മഹാന്മാരായ മുഴുവൻ ഔലിയാക്കളും ആരിഫീങ്ങളും ഇമാമീങ്ങളും പറഞ്ഞതിന് വിരുദ്ധമാണ് ആ പറഞ്ഞ ആശയം. ഒരിക്കലും ഖിദിർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഗീബത്ത് പറയാൻ പാടില്ല. ഖിദിർ നബി അലൈഹിസ്സലാം ശരീഅത്തിനെതിരെ യാതൊന്നും ചെയ്തിട്ടില്ല. അതേ സമയത്ത് ഈ വ്യാജ ത്വരീഖത്തുകാര് അവര് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് ഇമാമിങ്ങളുടെ കാലത്തുണ്ട്. അവര് മുമ്പേ ഈ ഖിദിർ അലൈഹി ഇസ്ലാമിന്റെ സംഭവം അവർക്ക് ഇസ്ലാമിക ശരീഅത്തിൽ മാറി മതത്തിന്റെ നിയമങ്ങളിൽ മാറി നിൽക്കാൻ വേണ്ടി ഉദ്ധരിക്കാറുണ്ട്. അത് ഉദ്ധരിക്കുന്ന പതിവ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതും മഹാന്മാരായ ഔലിയാക്കളായ ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാണ്? അവർക്ക് അള്ളാന്റെ ദീനിൽ നിന്ന് അകന്ന് നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ തോന്നിവാസം ജീവിക്കണം. അതിനു വേണ്ടി ശരീഅത്തിനെതിരെ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുക ആൾക്കാരുടെ മുമ്പിൽ. അത് അവരെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ഖിദിർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറയുന്ന സ്ഥലത്ത് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ذهب قوم من الزنادقة إلى سلوك طريقة تستلزم هدم أحكام الشريعة فقالوا ഞാൻ അവസാനം ഒന്നിച്ച് ചുരുക്കി അർത്ഥം പറയും, ഇത് മുതഅല്ലിമിക്ക് വേണ്ടിയാണ് വായിക്കുന്നത്. فقالوا إنه يستفاد من قصة موسى والخضر عليهما السلام أن الأحكام الشرعية للعامة تختص بالعامة
والأغبياء وأما الأولياء والخواص فلا حاجة بهم إلى تلك النصوص بل إنما يراد منهم ما يقع في قلوبهم ويحكم عليهم بما يغلب على خواطرهم لصفاء قلوبهم عن الأقدار وخلوها عن الأغيار فتنجلي لهم العلوم الإلهية والحقائق الربانية فيقفون عن أسرار الكائنات ويعلمون الأحكام الجزئيات فيستغنون بها عن أحكام الشرائع الكليات كما اتفق للخضر فإنه استغنى بها بما ينجلي له من تلك العلوم عما كان عند موسى ويؤيد ذو الحديث المشهور استفت قلبك وإن أفتوك. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ ശറഹിൽ പറയാം, കുറെ മതവിരോധികളുണ്ട്, അവർക്ക് ആവശ്യം അള്ളാഹിന്റെ ശരീഅത്തിൽ നിന്ന് ദീനിൽ നിന്ന് അകന്നു പോകാണ്. അതിന് അവരൊരു വാദമാണ്, ഈ ശരീഅത്തൊക്കെ സാധാരണക്കാർക്കുള്ളതാണ്, ഔലിയാക്കൾക്ക് അങ്ങനെ ശരീഅത്തൊന്നുമില്ല. അവരെ വാദം ആ വാദം ഔലിയാക്കൾ അവരുടെ മനസ്സിൽ അള്ളാഹു തആല ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് പോയിക്കോളും, അതിന് മാത്രം മഹത്വം അവർക്കുണ്ട് എന്ന് വാദിക്കാണ് മതവിരോധികളായ കക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അൽ-അസ്ഖലാനി പറയാണ്, ഖാലൽ ഖുർതുബി, ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹാദൽ ഖൗലു, ഈ വാക്കുണ്ടൽ, ഈ വാദം, സന്ദഖത്തുൻ വകുഫ്റുൻ, അത് മതവിരോധമാണ്, അതുപോലെ അവിശ്വാസമാണ്, അത് കുഫറാണ്, അത് ഈമാനല്ല. لأنه إنكار لما علم من الشرائع فإن الله قد أجرى سنته وأنفذ كلمته بأن أحكامه لا تعلم إلا بواسطة رسله السفراء بينه وبين خلقه المبينين لشرائعه وأحكامه. എല്ലാവർക്കും ഒന്നിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് അല്ലാഹു തആല എല്ലാ തീരുമാനങ്ങളും വിധികളും നമുക്ക് തരുന്നത്. അതിന് ഖുർആനിലെ അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്, അതുപോലെ അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലാത്തിഹി, ഇത്തരം ആയത്തുകളൊക്കെ ഉദ്ധരിച്ചിട്ട് പറയാൻ, വഅമറ ബിതാഅതിഹിം ഫീ കുല്ലി മാ ജാഊ ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്തൊക്കെയാണ് അത് മുഴുവനും അംഗീകരിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. ആ മുർസലീങ്ങളെ പിന്തുടരണം, അവരെ അനുസരിക്കണം എന്ന് അള്ളാന്റെ പ്രേരണ. അതെ, ആ മുർസലീങ്ങൾ കൽപ്പിച്ച പോലെ ഓരോ അമ്പിയാക്കളുടെയും അനുയായികൾ ജീവിച്ചോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായ നമ്മൾ റസൂലുള്ളാഹി കൽപ്പിച്ച പോലെ ജീവിച്ചോളണം. ഫൈന ഫീഹിൽ ഹുദാ, അവിടെയാണ് സന്മാർഗം. വഖദ് ഹസല ഇൽമുൽ യഖീനി, ഇൽമുൽ യഖീൻ അങ്ങേയറ്റത്തെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. വൈജ്മാഉ സലഫി, സലഫ് സാലിഹീങ്ങളിൽ ഒരു പണ്ഡിതനും തർക്കമില്ലാതെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതാലിക, ആ പറഞ്ഞ സംഗതി റസൂലുള്ളാഹിനെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതമല്ലാതെ വേറൊരു മനുഷ്യന്റെ മനസ്സ് നന്നായിട്ട് അയാൾ പറയും പോലെ ജീവിക്കുക, അങ്ങനെ ഒരു സംഭവം റസൂലുള്ളാഹിനെ വിട്ടുകൊണ്ടില്ല. അല്ലത്തി ജാഅത്, അതിനകത്ത് പറയാണ്, ഫമൻ ഇദ്ദഅ, വല്ലവനും വാദിച്ചാൽ, അന്ന ഹുനാക തരീഖൻ ഉഖറ, വേറൊരു തരീഖുണ്ട്, വേറൊരു തരീഖത്തുണ്ട് എന്ന് പറഞ്ഞാൽ, യഅരിഫു ബിഹാ അംറഹു വനഹിയു വൈറത്തുർഖില്ലദീ ജാഅത് ബിഹിർ റുസുലു, മുർസലീങ്ങൾ കൊണ്ടുവന്നതല്ലാത്ത വേറൊരു തരീഖത്തുണ്ട് എന്ന് പറഞ്ഞാൽ, യസ്തഗ്നി ബിഹാ അനിർ റസൂലി, റസൂല് പറഞ്ഞത് നോക്കേണ്ടതില്ല, മറിച്ച് ഇയാൾ പറയുന്നത് നോക്കിയാൽ മതി. അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ ഫഹുവ കാഫിറുൻ, അവൻ അവിശ്വാസിയാണ്. ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫത്ഹുൽ ബാരിയിൽ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഫത്ഹുൽ ബാരി 1:267 ഇത് കാണാം. അതുകൊണ്ട് ഖദർ അലൈഹിസ്സലാമിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ശരീഅത്ത് നോക്കേണ്ടതില്ലെന്ന് വാദിക്കുന്നത് കുഫറാണെന്ന് ഞാൻ പറഞ്ഞതല്ല, മറിച്ച് ഇമാമിങ്ങൾ പറയുന്നു അതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളൊക്കെ പറയാറുണ്ട്, അതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഇപ്പൊ അതിലേക്ക് കടന്ന് സംസാരിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഖദർ അലൈഹിസ്സലാമിനെ പറ്റിയും പറഞ്ഞത് ഗീബത്താണ്. ഗീബത്ത് പറയുന്ന ഒരു തരീഖത്ത്, അങ്ങനെ ഒരു തരീഖത്ത് ഇസ്ലാമിലില്ല. എല്ലാ മഹാന്മാരെയും ഗീബത്ത് വരെ ഖദർ അലൈഹിസ്സലാം ശരീഅത്തിനെതിരെ ചെയ്ത് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതിനേക്കാൾ വലിയ ഗീബത്തിനെ എന്ന് പറയാണ്ടോ? ഒരിക്കലും മഹാന്മാര് പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ അവരെ കുറിച്ച് പറയരുത്. ഇനി സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങൾ നമുക്ക് തരീഖത്ത് പഠിപ്പിക്കുകയാണ്.
ഈ പാവപ്പെട്ട എനിക്ക് എന്റെ വകയിൽ ഒന്നും പറയുന്ന ഏർപ്പാടില്ല. അത് അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രസംഗിച്ചു തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ മനഃപൂർവ്വം ഞാൻ എന്റെ വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, കുതുബുകൾ അവരുടെ കിതാബുകളിൽ വിവരിച്ചതല്ലാതെ പറയാൻ അധികാരമില്ല. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗം തയ്യാർ. മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗം തയ്യാർ. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. പലപ്പോഴും ഈ വ്യാജത്വത്തിൽ കുടുങ്ങിപ്പോയവർ എന്നെ ഒരുപാട് ദൈവത്ത് പറയാറുണ്ട്. ഞാൻ എല്ലാവർക്കും ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളുടെ ലക്ഷണം ലാഫീനാനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ആ ഒരു വിട്ടുവീഴ്ച നമുക്കും വേണം. അവരൊക്കെ നന്നാകാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം. അവരോട് നമ്മുടെ മനസ്സിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല. നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സാലിഹീങ്ങൾ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, എല്ലാവരും നന്നാകണം. നിങ്ങൾക്കൊക്കെ ഉറക്കും. ഇതിങ്ങനെ ഈ കിതാബെല്ലാം ഇങ്ങനെ വായിച്ച് പറയുമ്പോൾ സാധാരണ ഇങ്ങനെ ചരിത്രം പറഞ്ഞ് നീട്ടി പറഞ്ഞ് വയലിന്റെ ഫലം രസം ഉണ്ടാവില്ല കേൾക്കാൻ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചരിത്രം പറയാം. എല്ലാവരും എന്നിട്ടൊന്നൊരു സലാത്തിയല്ല. സലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി വസ്വഹാബി ബദരിൻ സുമ്മ കുല്ലി സ്വഹാബതി. ഇരുന്നോളി. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഖദ്റവി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു കള്ളൻ കയറി. രാത്രിയാണ്. ഒട്ടാകെ തെരഞ്ഞു ഒന്നും കിട്ടിയില്ല. ഇയാൾ പോകുമ്പോ അഹ്മദ് ഇബ്നു ഖദ്റവി റളിയല്ലാഹു അൻഹു കള്ളനെ വിളിച്ച്, എടാ പോല്ല, നീ ഇവിടത്തോളം വന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലേ? എന്റെ പുരക്കോളം വന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലേ? നമ്മളൊക്കെ ഉണ്ടോ സിറാജുൽ ഹുദയിൽ വന്നിട്ട് ഒരു വെള്ളം കൂടി കൊടുക്കാൻ കഴിയാഞ്ഞാല് നമുക്കൊരു വിഷമം ഉണ്ടാവും. അപ്പോ നീ ഒരു കാര്യം, അവിടെ ബക്കറ്റും കയറും, വേഗം വെള്ളം കോരിയിട്ട് ഒതുവെടുത്തിട്ട് നിസ്കാരം തുടങ്ങും. നാളെ നേരം വെളുത്തിട്ട് എന്തെങ്കിലും എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തരും. എന്റെ പുറക്ക് വന്നിട്ട് വെറുതെ വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ചു. കക്കാൻ പോയി കള്ളനോടും വെറുപ്പില്ല. അതാണ് മഹാന്മാർ. ഇയാളെന്ത് ചെയ്തു? ഏതായാലും ഒരു മഹാൻ പറഞ്ഞല്ലേ, ഞാനങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. തെറ്റായ കാര്യമൊന്നുമല്ലല്ലോ. തെറ്റായ കാര്യം പിന്നെ ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല. അള്ളാഹ് പറഞ്ഞതിനെതിരൊരുത്തം പറഞ്ഞാലും സ്വീകരിക്കാം. അള്ളാഹിനെക്കാൾ വലിയ ആരും ഉണ്ടാവും. പറഞ്ഞ് ഒതുവെടുത്ത് നിസ്കരിക്കണമെന്നല്ല, ഒരു മോശമുള്ള കാര്യമല്ല, നല്ല കാര്യം. വേഗം ഒതുവെടുത്ത് നിസ്കാരം തുടങ്ങി. നേരം വെളുത്തപ്പോ 100 ദീനാറ് അഹ്മദ് ഇബ്നു ഖദ്റവി റളിയല്ലാഹു അൻഹു ഒരാൾ ഹദിയ അങ്ങോട്ട് കൊടുത്തു. ഉടനെ തന്നെ കള്ളനെ വിളിച്ച്, ഇതാ എന്റെ വീട്ടിൽ വന്ന് വെറുതെ വേണ്ട, പിടിച്ചോന്നാണ് 100 ദീനാർ. കള്ളൻ ഇതും വാങ്ങിയിട്ട് വിറക്കുകയാണ്. വിറച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. കരഞ്ഞുകൊണ്ട് കള്ളം പറയാണ്, അഖ്തഉതു ത്വരീഖ്, എന്റെ തരീഖത്ത് പേച്ചുപോയി. തരീഖെന്നും തരീഖത്തെന്നും രണ്ടും പറയും. അല്ല മുലാമാർക്കറിയാം. എന്റെ തരീഖത്ത് പേച്ചുപോയി. ഞാൻ വിചാരിച്ചത് തെറ്റ് ചെയ്തകളാണ് കാര്യം കിട്ടുക എന്നാ. അല്ല, നിസ്കരിച്ചപ്പോഴാ 100 ദീനാർ തന്നിട്ടുള്ള ബഹുമാനിച്ചത്. അതുകൊണ്ട് ഇനിമേലിൽ തെറ്റ് ചെയ്യുന്ന പരിപാടിയില്ല. അദ്ദേഹം നന്നായി പോയി. ബിഹുസ്നി ഖുലുഖി അഹ്മദ, അഹ്മദ് ഇബ്നു ഖദ്റവി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം ഗുണം കൊണ്ട് ആ കള്ളൻ നന്നായി പോയി. ഇതാണ് കേട്ടോ പടച്ചവനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരെ പതിവ്. അതുകൊണ്ട് പറയട്ടെ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഖദീർ നബീനെ ഗീബത്ത് പറയുന്നവര്, അതുപോലെ CM വലിയുള്ളാന്റെ ഗീബത്ത് പറയുന്നവര്, അതെ ഞാൻ ഇപ്പൊ വരുമ്പോൾ വടകര മുഹമ്മദ് ഹാജി തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ ഗീബത്ത് പറയുന്നവര്, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പലപ്പോഴും എന്റെ പ്രസംഗം ഇരുന്ന് കേൾക്കാറുണ്ട്. ചിലപ്പോ കേസറ്റ് വാങ്ങി കേൾക്കാറുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അവിടുത്തെ ദറജ വർദ്ധിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാൻ വലിയ ആളാവൂല. ഞാൻ വല്ല തെറ്റും പറയുന്നുണ്ടോ എന്ന് നോക്കാനാകാം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ആ മഹാനായ അതാ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ശരീഅത്തിനെതിരെ ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഔലിയാക്കളെയും സാലിഹീകളെയും ഗീബത്ത് പറയുന്നവരുണ്ട്. എന്റെ മുസ്ലിമീങ്ങളെ, നിങ്ങളാരും ഒരു പണ്ഡിതനെയും ഒരു മുസ്ലിമിനെയും ഒരു മുസ്ലിമത്തിനെയും ഗീബത്ത് പറയരുതേ. നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഉഇദ്ദത്തിൽ മുത്തഖീൻ,
അല്ല പറഞ്ഞത് ഉഇദ്ദത്തിൽ മുഖ്താബീൻ എന്നല്ല, ഗീബത്ത് പറയുന്നവർക്ക് സ്വർഗം തയ്യാറ് എന്നല്ല പറഞ്ഞത്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാറ്.